ഉത്തരാഖണ്ഡിൽ ബദ്രീനാഥിനടുത്ത് മഞ്ഞുമല ഇടിഞ്ഞ് വലിയൊരു അപകടമുണ്ടായി. 57 തൊഴിലാളികൾ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് വിവരം. 10 പേർ രക്ഷിച്ചു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ചമോലിയിൽ മാന ഗ്രാമത്തിന് അടുത്താണ് ഈ സംഭവം. ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ तैयारियां यहाँ पर कर ली गई हैं। एम्बुलेंस से लेकर आईटीबीपी की मदद ली जा रही है, अन्य संस्थाओं की मदद ली जा रही है। आपदा प्रबंधन विभाग हमारा पूरी तरह से सक्रिय, जिला प्रशासन भी और हम लोग स्वयं सभी लोग लगातार संपर्क में हैं और हमारा प्रयास है कि सभी को सुरक्षित जल्दी से जल्दी बाहर निकाला जाए। പുഷ്കർ സിംഗ് ധാമിയുടെ പ്രതികരണമാണ്. പി ബസന്ത് ഡൽഹിയിൽ വിവരങ്ങളുമായി. ബസന്ത്, ഉത്തരാഖണ്ഡിൽ ഈ ബദ്രീനാഥിനടുത്ത് മഞ്ഞുമല ഇടിഞ്ഞ അപകടമെന്ന് പറയുമ്പോൾ 57 തൊഴിലാളികൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അവർ കുടുങ്ങിക്കിടക്കുന്നു. അക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്നാണ് പുഷ്കർ സിംഗ് ധാമി അടക്കം അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്? രതീഷ, ബദ്രീനാഥ് ഡാമിനടുത്ത് ചമോലി ഗ്രാമത്തിലെ മാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഞ്ഞുമല ഇടിഞ്ഞത്. അവിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 57 തൊഴിലാളികളാണ് ഈ മഞ്ഞുമലയിൽ കുടുങ്ങിയത്. ഇതിൽ 16 പേരെ രക്ഷിച്ചു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 14 ചിലരുടെയും നില അതീവ ഗുരുതരം എന്ന് ഉത്തരാഖണ്ഡ് IG ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗഡ്വാൾ സേനയുടെ 9ാമത്തെ ബ്രിഗേഡും അതോടൊപ്പം തന്നെ BROയിലെ തന്നെ ഉദ്യോഗസ്ഥരും ITBPയും SDRFും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. വലിയ തോതിലുള്ള മഞ്ഞ് വീഴ്ചയാണ് ഈ ഉത്തരാഖണ്ഡ് അടക്കമുള്ള ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അതീവ ദുർഘടമാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജോഷിമഠിൽ നിന്നും ഒരു സംസ്ഥാന ദുരന്ത നിവാരണ സേന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഡെറാഡൂണിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയെ അല്പസമയത്തിനുള്ളിൽ എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് NDRF വൃത്തങ്ങൾ നൽകുന്ന സൂചന. 3 പേർ മാത്രമാണ് ആദ്യ മഞ്ഞുമല ഇടിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടത്. ബാക്കി 16 പേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിൽ പലരെയും മാനയിലുള്ള സേനാ ക്യാമ്പിലേക്കാണ്, കരസേനയുടെ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു. ഗൗരവത്തിൽ നമ്മളാകെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ദുരന്ത വാർത്തയാണ് വരുന്നത്. പക്ഷേ ആളുകൾ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആദ്യഘട്ടത്തിൽ കുറച്ചുപേർ രക്ഷിക്കാൻ കഴിഞ്ഞ 57 തൊഴിലാളികൾ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യുന്നതിനിടയിലാണ് മഞ്ഞിനടിയിൽ ഇവർ കുടുങ്ങിപ്പോയത്. അന്തരീക്ഷം വളരെ മോശമാണ്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.